നമസ്കാരം സുഹൃത്തുക്കളെ, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ടെക്നോ ഷാനിക് മലയാളം യൂട്യൂബ് ചാനൽ. ഞാൻ ഷാനിക്. സുഹൃത്തുക്കളെ, നമുക്ക് എല്ലാവർക്കും അറിയാം, ഏകദേശം പുതിയ റിപ്പോർട്ട്സ് പ്രകാരം ഏകദേശം 2.5 മുതൽ 3 മില്യൺ ഇന്റർനെറ്റ് യൂസേഴ്സാണ് വേൾഡ് വൈഡ് മൊത്തം ഉണ്ട് എന്നാണ് പറയുന്നത്. കൂടുന്നതല്ലാതെ ഒരിക്കലും കുറയാനുള്ള സാധ്യത വളരെ കുറവാണ് ഇന്റർനെറ്റ് യൂസേഴ്സിന്റെ എണ്ണത്തിൽ. സോ ഇത്രയും പേര് ഉപയോഗിക്കുന്ന ഈ ഇന്റർനെറ്റിൽ മേജർ ലെവലിൽ ഒരു ദിവസത്തിൽ 20% ഇന്റർനെറ്റിനും അതിനേക്കാൾ ഉപരി സോഷ്യൽ മീഡിയയ്ക്ക് വേണ്ടിയിട്ടാണ് അവർ സമയം ചെലവാക്കുന്നതാണ് പറയുന്നത്. സോ ഇത്രയും വലിയ ഇൻഫ്ലുവൻസ് നമ്മുടെ ഡെയിലി ലൈഫിൽ ഇത് ചെലുത്തുമ്പോൾ ഈവൻ മെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഫേസ്ബുക്ക്, വാട്സാപ്പ്, ഇൻസ്റ്റാഗ്രാം എന്നുള്ള സോഷ്യൽ മീഡിയാസാണ്. സോ നമ്മളിന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത്, നമ്മൾ ഇത്രയും പേർ ഉപയോഗിക്കുമ്പോൾ, ഇത്രയും ഡാറ്റാസ് നമ്മളതിൽ ഷെയർ ചെയ്യുമ്പോൾ എവിടെയാണ് ഇത്രയും ഡാറ്റ സ്റ്റോർ ചെയ്യപ്പെടുന്നത്, എങ്ങനെയാണ് ഈ ഫേസ്ബുക്ക് സെർവറുകളുടെ അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഡാറ്റാ സെന്ററുകൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, അത് എവിടെയാണ്, അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് വീഡിയോ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. സോ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർ മാത്രം ഈ വീഡിയോ അവസാനം വരെ കാണാനായിട്ട് ശ്രമിക്കുക. സോ നമുക്ക് ഇന്നത്തെ വീഡിയോ തുടങ്ങാം. ഫേസ്ബുക്കിന്റെ ഹോം അല്ലെങ്കിൽ ഫേസ്ബുക്കിന്റെ തല ഡാറ്റാ സെന്റർ എന്ന് പറയുന്നത് നോർത്തേൺ കാലിഫോർണിയയിലാണ്. അവിടെ കുറച്ച് ഹോവർഡ് യൂണിവേഴ്സിറ്റിയിലെ കുറച്ച് പേര് ചേർന്ന് ഉണ്ടാക്കിയ ഒരു വെബ്സൈറ്റ് ആയിരുന്നു ഈ ഫേസ്ബുക്ക് എന്നുള്ളത്. അത് ഉണ്ടാക്കി 8 വർഷത്തിന് ശേഷം വൺ ഓഫ് ദി മോസ്റ്റ് യൂസേഴ്സ് ഉള്ള ഒരു വെബ്സൈറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ ആയിട്ട് ഫേസ്ബുക്ക് മാറിയിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതിനിപ്പോൾ ഒരുപാട് മാർക്കറ്റ് വാല്യൂ, മാർക്കറ്റ് ഷെയർസ് ഉണ്ട്. സോ ഇത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റായി മാറപ്പെടുകയാണ് ചെയ്യുന്നത്. ഈ ഇതിൽ ഭയങ്കര യങ്സ്റ്റേഴ്സ് ആണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മെയിൻലി 24-25 ഏജ് വരുന്നവരാണ് വർക്ക് ചെയ്യുന്നത്, ഒരു ആവറേജ് ഏജ് വെച്ച് നോക്കുകയാണെങ്കിൽ. സോ അവരതിന് ഭയങ്കര എന്റർടൈനിങ് രീതിയിലാണ് ആ ഓഫീസിനെ കൊണ്ടുപോകുന്നതെന്നാണ് പറയുന്നത്. അതിൽ മെയിനായിട്ട് നമ്മൾ എൻട്രൻസിന്റെ അവിടെയൊക്കെ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഗെയിമിങ്ങിനുള്ള സാധനങ്ങൾ, ഒരു ഗ്ലാസ് ബിയറൊക്കെ അടിച്ചിട്ടാണ് അവർ അവിടെ സംസാരിച്ചിട്ടിരിക്കാറ്. ഫുൾ ഗെയിമിംഗ്, ഫുൾ എൻജോയിങ് ടൈപ്പിലാണ് അതിന്റെ ഓഫീസും കാര്യങ്ങളും ഉള്ളത്. അതും കൂടാതെ വെൻഡിങ് മെഷീനിൽ നമ്മൾ സോഡ പൈസ ഇട്ടിട്ട് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സോഡ വരുന്ന ഒരു സിസ്റ്റം കണ്ടിട്ടുണ്ടല്ലേ. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടെക് ഐറ്റംസ് വരും. ഇപ്പോൾ ഇയർഫോൺസ് ആയാലും ചാർജസ് ആയാലും അങ്ങനത്തെ സാധനങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ടാവും. നമ്മൾ പൈസ ഇട്ടിട്ട് ബട്ടൺ പ്രസ് ചെയ്യണമെങ്കിൽ ടെക് ഐറ്റംസ് പുറത്തേക്ക് വരുന്നതായിരിക്കും. ഏകദേശം 1 മില്യൺ യൂസേഴ്സിന്, 1 മില്യൺ ഫേസ്ബുക്ക് അക്കൗണ്ട്സിന് ഒരു എഞ്ചിനീയറിനാണ് അത് ഫിക്സ് ചെയ്തിരിക്കുന്നത്. ആ 1 മില്യൺ അക്കൗണ്ട്സിന് എന്തെങ്കിലും പ്രശ്നം വരികയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഡാറ്റ സെർവർ എന്തെങ്കിലും പ്രശ്നം വരികയാണെന്നുണ്ടെങ്കിൽ ഈ എഞ്ചിനീയർ ആയിരിക്കും അത് നോക്കിക്കാണേണ്ടത്. ഒരു ഫേസ്ബുക്കിന്റെ ഡാറ്റാ സെന്ററിന്റെ വലുപ്പം എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 300 ലക്ഷം സ്ക്വയർ ഫീറ്റ് ആണ്. അതെന്ന് പറയുന്നത് ഏകദേശം 30 ഫുട്ബോൾ ഗ്രൗണ്ടുകളുടെ വലിപ്പം ഉണ്ടെന്നാണ് പറയുന്നത്. അത്രയും വലിയ സ്ഥലമാണ് ഈ ഫേസ്ബുക്കിന്റെ സെർവർ എന്ന് പറയുന്നത് നോർത്തേൺ കാലിഫോർണിയയിൽ സ്ഥിതി ചെയ്യുന്നത്. 30 മെഗാവാട്ട്സിന്റെ ഇലക്ട്രിക് സപ്ലൈ ആണ് ഈ ഡാറ്റാ സെന്ററിനുള്ളത്. അഥവാ ഇതിനൊരു പവർ ഫെയിലിയർ വരികയാണെന്നുണ്ടെങ്കിൽ അതിനെ കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് ഡീസൽ എഞ്ചിൻസ് ഉണ്ട്. ആ എഞ്ചിൻസ് 14 എഞ്ചിൻസ് ആണ് അവിടെ കണ്ടിന്യൂസ് ആയിട്ട് വെച്ചിരിക്കുന്നത്. ആ 14 എഞ്ചിൻസിൽ ഓരോ എഞ്ചിൻസും 3 മെഗാവാട്ട് വെച്ചിട്ട് ഉൽപ്പാദിപ്പിക്കുന്നതാണ് പറയുന്നത് കറണ്ട്. സോ നമുക്ക് എല്ലാവർക്കും അറിയാം, സോഷ്യൽ മീഡിയ ഇല്ലാത്ത ഒരു ജീവിതം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സിന് ഇമ്പോസിബിൾ ആണ്. സോ അത് കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് തന്നെയാണ് അവർ ഈ പവർ സോഴ്സ് ഉപയോഗിക്കുന്നത്. നമ്മുടെ കമ്പ്യൂട്ടറിലെ ഹീറ്റ് സിങ്ക് ഇല്ലേ, അത് ഒരു ചെറിയ ഒരു മാച്ച് ബോക്സിന്റെ അത്രയും വലിപ്പമുള്ളതാണ് ഹീറ്റ് സിങ്ക്, നമ്മുടെ കമ്പ്യൂട്ടറിന്റെ ഹീറ്റ് ഡിസോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇത്രയും വലിയൊരു ഡാറ്റാ സെന്ററിൽ അത്ര ചെറുത് പോരല്ലേ. സോ അവർ ഉപയോഗിക്കുന്നത് 7 റൂംസ്, ഒരു വലിയ 7 റൂമുകൾ മുഴുവൻ ഉള്ള ഒരു എയർ കണ്ടീഷനിങ് ടെക്നോളജിയാണ് അവർ യൂസ് ചെയ്യുന്നത്. വെളിയിൽ നിന്നും, അവിടെ കുറച്ച് കൂൾ ടെമ്പറേച്ചർ ആയിട്ടുള്ള സ്ഥലമാണ്, അതുകൊണ്ട് തന്നെ വെളിയിൽ നിന്നും കിട്ടുന്ന കൂൾ എയറിനെ മൊത്തം ഇൻടേക്ക് ചെയ്തതനുസരിച്ച് ഒരു ഫാൻ ഉപയോഗിച്ചിട്ട് എന്നിട്ട് ഉള്ളിലുള്ള വാം ടെമ്പറേച്ചറുമായി മിക്സ് ചെയ്തിട്ട് ടെമ്പറേച്ചറിനെ കറക്റ്റ് ചെയ്യും. ഒരുപാട് തണുപ്പും പറ്റില്ല, ഒരുപാട് ചൂടും പറ്റില്ല. ഒരു മിനിമൽ ടെമ്പറേച്ചർ കറക്റ്റ് ചെയ്തതനുസരിച്ച് അത് ഉള്ളിലേക്ക് വിടുന്നതാണ് പറയുന്നത്. ഹ്യൂമിഡിറ്റി കൺട്രോൾ ചെയ്യാനായിട്ട് ഇടയ്ക്ക് ചെറിയൊരു മിസ്റ്റ് പോലെ ഒരു സംഭവം കൊടുക്കാറുണ്ട്, ചെറിയൊരു വെള്ളം തെറിക്കുന്ന പോലെ ഹ്യൂമിഡിറ്റി കൺട്രോൾ ചെയ്യാനായിട്ട് കൊടുക്കാറുണ്ടെന്നും പറയുന്നുണ്ട്. ടോം ഫോർലോങ്, ഫേസ്ബുക്കിന്റെ ഡാറ്റാ സെന്ററിന്റെ ഇൻചാർജ് അദ്ദേഹത്തിനാണ്. അദ്ദേഹം പറയുന്നു, അദ്ദേഹം ജോലി ഏറ്റെടുക്കുന്നതിന് മുന്നേ അല്ലെങ്കിൽ ഏകദേശം ഒരു 5-10 വർഷം മുന്നേ അദ്ദേഹം വരുമ്പോൾ 27 മില്യൺ യൂസേഴ്സ് ആണ് ഫേസ്ബുക്കിൽ ഉണ്ടായിരുന്നാണ് പറയുന്നത് ആ സമയത്ത്. ഇപ്പോൾ കറന്റ്ലി ഏകദേശം 1000 സെർവേഴ്സ്, ചിന്തിച്ച് നോക്കണം, 1000 സെർവേഴ്സ് ആണ് അവർ ഡെയിലി പുതിയത് കൊണ്ടുവന്നിട്ട് അവിടെ ഫിക്സ് ചെയ്യുന്നത്. അതിന്റെ വലിപ്പം കൂട്ടുന്നതെന്ന് പറയാം. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം എത്രത്തോളം ഫേസ്ബുക്ക് യൂസേഴ്സ് ആണ് ഡെയിലി കൂടുന്നത്, എത്രത്തോളം ഡാറ്റയാണ് അതിലോട്ട് അപ്ലോഡ് ആവുന്നത് നമുക്ക് ഈ കണക്കിലൂടെ തന്നെ മനസ്സിലാക്കാവുന്നത്. നമ്മുടെ ഫോണിൽ നോർമലായിട്ട് GB എന്ന് കേട്ടിട്ടുണ്ട്, ജിഗാബൈറ്റ്, TB എന്ന് പറയുന്നത് ടെറാബൈറ്റ്, ഇവിടെ പെറ്റാബൈറ്റ്സിലാണ് കണക്കുകൾ ഉപയോഗിക്കുന്നത്. ഏകദേശം ഒരു റാക്ക് എന്ന് പറയുന്നത് 500 ടെറാബൈറ്റ് വരെ സപ്പോർട്ട് ചെയ്യുന്നതാണ് പറയപ്പെടുന്നത്. അതും കൂടാതെ തന്നെ ഇപ്പോൾ ഏതെങ്കിലും ഒരു ഹാർഡ് ഡിസ്കിനോ ഹാർഡ് ഡ്രൈവിനോ എന്തെങ്കിലും പ്രശ്നം വരികയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അത് കമ്പ്യൂട്ടറിൽ അത് തെളിഞ്ഞ് കാണാനായിട്ട് സാധിക്കും. സോ അവിടെ ഇൻചാർജ് ആയിട്ടുള്ള ആളുകൾ ഏത് റാക്കിലാണ് പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കമ്പ്യൂട്ടറിൽ ഡിസ്പ്ലേ ആകുമ്പോൾ അവർ പോകുന്നു, ഫ്രാക്ഷൻസ് ഓഫ് സെക്കൻഡിനുള്ള അവരത് പോയിട്ട് അതിന്റെ സർക്യൂട്ട് മൊത്തം മാറ്റി പുതിയൊരു ഹാർഡ് ഡിസ്ക് അതിനകത്തേക്ക് വെക്കുന്നു. ഇങ്ങനെയാണ് ഫേസ്ബുക്ക് സെർവർ പ്രവർത്തിക്കുന്നത്. ഇതിൽ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഉണ്ട്. നമ്മുടെ ഹീറ്റ് എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുന്നതും, എങ്ങനെയാണ് നമ്മുടെ ഡാറ്റാസ് എല്ലാം സ്റ്റോർ ചെയ്ത് വെക്കുന്നതെന്നുള്ളതും, ഇങ്ങനെ ഒരുപാട് ഇൻഫർമേറ്റീവ് ആയിട്ട് ടെക്നോളജി നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളുമായി വീഡിയോ ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക, കൊടുക്കുന്ന ചെറിയ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, സൗജന്യമാണ്. സോ ഞാൻ അടുത്തൊരു വളരെ തന്നെ വരും. അതുവരെ ഗുഡ് ബൈ.